കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ G2R പ്ലാറ്റ്ഫോമിൽ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. എൻ്റെ പേര് കുരുവിള വർഗീസ്. ഇത് G2R പ്ലാറ്റ്ഫോമാണ്. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ദൈവത്തിൻ്റെ വചനത്തിൽ മാറ്റമില്ലാത്തതായി മറഞ്ഞിരിക്കുന്ന ചില സത്യങ്ങൾ. സമാധാനയാഗം എന്നുള്ള വിഷയമാണ് നാം പഠിക്കുന്നത്. യേശു ക്രിസ്തു മാനവരാശിക്ക് സമാധാനം കൊടുക്കുവാനായി സമാധാനയാഗമായി. എങ്ങനെ യേശു ക്രിസ്തു സമാധാനം ഉണ്ടാക്കി? അതാണ് അടുത്ത വിഷയം. ന്യായപ്രമാണപ്രകാരം ദൂരസ്ഥരായിരുന്ന ജാതികളായിരുന്ന നമ്മെ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരാക്കി തീർത്തു. ദൈവപുത്രൻ നമ്മുടെ സമാധാനം. അവൻ ഇരുപക്ഷത്തെയും, അതായത് യഹൂദനെയും ജാതികളെയും ഒന്നാക്കി. യഹൂദനെ സംബന്ധിച്ച് യഹൂദൻ അബ്രഹാമിൻ്റെ സന്തതിയിലുള്ളവരാത്തവരെല്ലാവരും ജാതികളാണ്. മൂലഭാഷയിൽ ജെൻറ്റൈൽസ് എന്നോ ഗ്രീക്ക് ഭാഷയിൽ എത്നിക്കോസ് എന്ന പദവുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശുക്രിസ്തു എന്ത് ചെയ്തു? യഹൂദനോടും ജാതികളോടും തുല്യമായി ഇടപെട്ട് അവർ രണ്ടുപേരെയും ഒന്നാക്കി. ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞ് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏകശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അടുത്തത്, ദൈവപുത്രനായ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന, ലോകത്തിന് നൽകുന്ന സമാധാനവും അതിൻ്റെ വിശേഷതയും എന്താണെന്ന് നോക്കുക. അത് സകല മാനുഷിക ബുദ്ധിയെയും കവിയുന്ന സമാധാനമാകുന്നുവെന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് എപ്പപ്രാദിത്തോസ് കൊണ്ടുവന്ന സ്തോത്ര വഴിപാടിനെ സ്വീകരിച്ച് നന്ദി ലേഖനം എഴുതി തിരികെ കൊടുത്തപ്പോൾ 4-ാമത്തെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയത്. ആകയാൽ ദൈവപുത്രൻ തൻ്റെ പ്രാരംഭ ശുശ്രൂഷയിൽ തന്നെ തിരുവായി മൊഴിഞ്ഞ തിരുമരുളപ്പാടുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. സമാധാനം ഉണ്ടാക്കണമെന്നും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരാകുന്നുവെന്നും സ്വർഗരാജ്യം സമാധാനമുണ്ടാക്കുന്നവർക്കുള്ളതാകുന്നു എന്നുമത്രേ തൻ്റെ പ്രാരംഭ ഉദ്ഘാടന പർവ്വത പ്രസംഗത്തിൽ ബിയാറ്റിറ്റ്യൂഡ്സിൽ പ്രസംഗിച്ചത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. ദൈവിക സമാധാനം സംബന്ധിച്ചുള്ള ഉപദേശം. 1. ഒരു പ്രദേശത്തോ വീട്ടിലോ ചെല്ലുമ്പോൾ കർത്താവ് പറഞ്ഞ ഉപദേശമാണ്. അവരോട് വന്ദനം പറയുകയും സമാധാനം കൊടുക്കുകയും ചെയ്യുവീൻ. ഒരു ശുശ്രൂഷകനാകട്ടെ, ഒരു വിശ്വാസിയാകട്ടെ, ഒരു ദേശത്തോ ഒരു വീട്ടിലോ ചെല്ലുമ്പോൾ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്ന് മാത്രമല്ല, അവർക്ക് വന്ദനം പറയണം. 2, അവർക്ക് സമാധാനം കൊടുക്കണം. എവിടെ നിന്നാണ് ആ സമാധാനം? ദൈവപുത്രൻ തന്ന സമാധാനം. അതാണ് കർത്താവ് 12 ശിഷ്യന്മാരെ അയക്കുമ്പോൾ, തനിക്ക് മുന്നോടി അയക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 10-12-13 പറഞ്ഞത്. 2, സമാധാനം ലഭിക്കുന്നത് ദൈവപ്രസാദത്താലത്രേ. ലൂക്കോസിൻ്റെ സുവിശേഷം 2-14. കർത്താവായ ദൈവം തമ്പുരാൻ ബേത്ലഹേമിൽ ജനിച്ചപ്പോൾ സമീപ പ്രദേശത്തുള്ള മലഞ്ചെരുവിൽ കിടന്നുറങ്ങിയ ആട്ടിടയന്മാർക്ക് രാക്കാലത്തിൽ പ്രത്യക്ഷപ്പെട്ട ദൂതൻ പാടിയ പാട്ടാണ് അത്യുന്നതങ്ങളിൽ മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. അപ്പോൾ സമാധാനം ലഭിക്കുന്നത് ദൈവപ്രസാദത്താലത്രേ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ 54-ാമത്തെ വാക്യം. 3, സമാധാനം ലഭിക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിൻ്റെ നിവർത്തി അത്രേ. ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 29-ാമത്തെ വാക്യം.
നാലാമത്, സഭയ്ക്ക് നേരെയുള്ള ശത്രുവിൻ്റെ പീഡനം, ഉപദ്രവം അവസാനിക്കുകയും ഉപദ്രവകാരിയായ വ്യക്തി ദൈവകൃപയിൽ വരുമ്പോൾ സമാധാനവും ആത്മീയ വർധനവും ഉണ്ടാക്കും. ഒരിക്കൽ കൂടെ പറയാം, ദൈവസഭയ്ക്കോ വിശ്വാസികൾക്കോ ഉപദ്രവവും നിഷ്ഠൂരതയും പ്രവർത്തിക്കുന്ന അതേ വ്യക്തി ദൈവിക സന്ദർശനം പ്രാപിച്ച് ദൈവസഭയ്ക്കുള്ളിൽ വരുമ്പോൾ ഉപദ്രവിച്ച വ്യക്തിക്കും ഉപദ്രവിക്കപ്പെട്ട സഭയ്ക്കും സമാധാനവും ആത്മീയ വർധനവും ഉണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി 9-31 വാക്യം. അഞ്ചാമത്, ശ്രദ്ധിക്കുക, സമാധാനം സംബന്ധിച്ചുള്ള ദൈവിക ഉപദേശം. സ്ഥലകാല സമയവ്യത്യാസമില്ലാതെ അഭിഷേകം പ്രാപിച്ച ശുശ്രൂഷകന്മാർ ക്രിസ്തുവിൽ സമാധാനം കണ്ടെത്തും. ക്രിസ്തുവിൽ മാത്രമേ അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾക്ക് ഏത് ദേശത്തുള്ളവരായാലും സമാധാനം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. പ്രവൃത്തിയുടെ പുസ്തകം 16:36. ആറാമത്, എപ്പോഴും ആത്മാവിൻ്റെ ചിന്തയിൽ വസിക്കുന്നതാകുന്നു സമാധാനത്തിൻ്റെ പരമപ്രധാനമായ മർമ്മം. ആവശ്യമില്ലാത്ത അന്യചിന്തകളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഉള്ള സമാധാനവും ഇല്ലാതാകും. എന്നാൽ സദാസമയം അന്യചിന്തകൾ മാറി ആത്മാവിൻ്റെ ചിന്തയിൽ വസിച്ചു കൊണ്ടിരിക്കാം എങ്കിൽ സമാധാനമുണ്ടാകും. റോമർക്കെഴുതിയ ലേഖനം 8:16. ഏഴാമത്, ദൈവിക വിശ്വാസികൾ ദൈവവിശ്വാസത്തിൽ സമാധാനത്തിനും അന്യോന്യം ആത്മീയ വർധനവും ശ്രമിച്ചു കൊള്ളേണ്ടതാകുന്നു. അന്യോന്യം ശണ്ഠയിടുവാനും വഴക്കുണ്ടാക്കുവാനും സമാധാനം ഇല്ലാതാക്കുവാനും അല്ല പരിശ്രമിക്കേണ്ടത്. അന്യോന്യം കയ്യസൂരി കൊടുക്കേണ്ടത് സമാധാന വർധനവിനു വേണ്ടിയായിരിക്കണം. റോമർക്കെഴുതിയ ലേഖനം 14:19. ദൈവപുത്രൻ സമാധാനം സുവിശേഷിച്ചുകൊണ്ട് സഞ്ചരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 10-36 വാക്യം. ഇത് പത്രോസ് എഴുതിയ പ്രസംഗമാണ്. യേശു കർത്താവ് ഇവിടെല്ലാം ശുശ്രൂഷയ്ക്ക് പോയ നേരത്തെ പറഞ്ഞതുപോലെ വന്ദനം ചെയ്യുകയും സമാധാനം കൊടുക്കുകയും ചെയ്യുവീനെന്ന് പ്രസംഗിക്കുക മാത്രമല്ല, താൻ പ്രായോഗികമായി ദൈവപുത്രൻ അവരുടെ കൺമുൻപിൽ പ്രവർത്തിച്ചും പ്രസംഗിച്ചും കണ്ടത് പിന്നീട് പത്രോസ് പറയുകയാണ്. ഒൻപതാമത്, നമ്മുടെ ദൈവം സമാധാനത്തിൻ്റെ ദൈവമാകുന്നു. യുദ്ധത്തിൻ്റെയും കോലാഹലത്തിൻ്റെയും വഴക്കിൻ്റെയും ശണ്ഠയുടെയും ദൈവമല്ല വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. കൊരിന്ത്യരുടെ 1 ലേഖനം 14-33 വാക്യം. പത്താമത്, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം നൽകുന്ന മാർഗമാകുന്നു സുവിശേഷം. എഫെസ്യർക്കെഴുതിയ ലേഖനം 2-17 വാക്യം. തലസ്ഥാന നഗരിയിൽ പാർക്കുന്നവർക്ക് മാത്രമല്ല, ഗ്രാമവാസികൾക്കും ദൈവസഭയ്ക്കുള്ളിൽ വസിക്കുന്നവർക്ക് മാത്രമല്ല, അത് മുഖാന്തരം ചുറ്റുപാട് പാർക്കുന്നവർക്കും ദൈവത്തിൻ്റെ അടുക്കൽ സമീപസ്ഥരായിരിക്കുന്നവർക്ക് മാത്രമല്ല, ദൂരസ്ഥരായവർക്കും സമാധാനം നൽകുന്ന മാർഗമാകുന്നു സുവിശേഷം. 11, നമ്മുടെ ദൈവം സമാധാനം നൽകി നമ്മെ ശുദ്ധീകരിക്കും. തെസ്സലോനിക്കരുടെ 1 ലേഖനം 5:23. സ്തോത്രം. അപ്പം സമാധാനം പ്രാപിക്കും തോറും ശുദ്ധീകരണം വർദ്ധിച്ചുകൊണ്ടിരിക്കുമെന്നർത്ഥം. അപ്പോൾ ശണ്ഠയും വഴക്കും ഇടുന്തോറും ശുദ്ധീകരണം നശിച്ചു കൊണ്ടിരിക്കുമെന്നല്ലേ ഇതിൻ്റെ അർത്ഥം. 12, സമാധാനത്തിൻ്റെ ദൈവം നമ്മെ യഥാസ്ഥാനപ്പെടുത്തും. എബ്രായർ 13-20 വാക്യം. 13 വിഷയം, സമാധാനത്തിൻ്റെ ദൈവം നമ്മോടുകൂടെ സദാകാലം ഇരിക്കുന്നു. എത്ര നാൾ ഇരിക്കും? ലോകാവസാനത്തോളം. റോമർക്കെഴുതിയ ലേഖനം 15-33 വാക്യം. അവസാനമായി, സമാധാനധ്വംസകനായ സാത്താനെ ദൈവം തൻ്റെ കാൽക്കീഴാക്കി നമുക്ക് സമാധാനം തന്നു. റോമർക്കെഴുതിയ ലേഖനം 16:20. ആകയാൽ നാം ഓരോരുത്തരും സദാസമയം സമാധാനത്തോടുകൂടെ ഇരിക്കണം എന്ന് ദൈവവചന ഉപദേശവും ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഇഷ്ടവുമാകുന്നു. ചില ദിവസങ്ങളിലേക്കല്ല, സദാസമയം. കൊരിന്ത്യരുടെ 2 ലേഖനം 13-11 വാക്യം. ആകയാൽ രാജകീയ പുരോഹിതവർഗമാകുന്ന പുതിയ നിയമസഭ ഇനി മൃഗങ്ങളെയോ ആടുമാടുകളെയോ
സമാധാനയാഗം അർപ്പിച്ച് സമാധാനം ആർജിക്കേണ്ട ആവശ്യമില്ല. പിന്നെയോ നമ്മുടെ ഏകമഹാപുരോഹിതനായ യേശു ക്രിസ്തു തന്നെ ഒരിക്കലായി നിർവഹിച്ച സമാധാനയാഗം വിശ്വാസത്താൽ അംഗീകരിച്ച് സമാധാനം അനുഭവിപ്പാൻ നമ്മെ വിളിച്ചിരിക്കുന്നത് കൊണ്ട് ആ സമാധാനം പ്രായോഗികമായി അനുഭവിച്ചുകൊണ്ടാൽ മാത്രം മതി. ദൈവപുത്രൻ്റെ സമാധാനയാഗം അർപ്പിക്കുവാൻ പോകുന്നതിന് മുൻപ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ ആ വാക്ക് ഒരിക്കൽ കൂടെ ഒന്ന് ആവർത്തിച്ച് പറയട്ടെ. മത്തായി 26:45. അത് കഴിഞ്ഞിട്ട് യാഗമൃഗത്തെ യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ കെട്ടുന്നത് പോലെ യേശുക്രിസ്തുവിനെ പിടിപ്പാൻ വന്നവരുടെ കയ്യിൽ സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അവിടെ കർത്താവ് പറഞ്ഞു, ഇനി നിങ്ങൾ വിശ്രമിച്ച് ആശ്വസിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിലെ 4ാമത്തെ യാഗം പാപയാഗമാണ്, സിൻ ഓഫറിങ്. ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയും 13, 22, 27 എന്നീ വാക്യങ്ങളിലും 5-ാമത്തെ അധ്യായം 11, 14, 17, 6-ാം അധ്യായം 1-ാമത്തെ വാക്യം എന്നീ വാക്യങ്ങളിൽ പാപയാഗ സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ എഴുതി വച്ചിരിക്കുന്നു. എബ്രായ ഭാഷയിൽ പാപയാഗത്തിനുള്ള പദം ചട്ടാൻ, CHATTAN എന്നാകുന്നു. ദൈവഹിതം ആയാൽ അത് അല്പ ദീർഘമായ വിഷയം ആയതുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ പാപയാഗം, ചട്ടാൻ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കഠിനമായത്, കടുപ്പമേറിയത് എന്നൊക്കെയാണ് ഈ ചട്ടാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ പാപയാഗത്തിന് ഹമാർത്തിയോൻ തൂസിയാസ്, ഹമാർത്തിയോൺ എന്ന് പറഞ്ഞാൽ പാപം എന്നും തൂസിയ എന്ന് പറഞ്ഞാൽ യാഗം എന്നും ആകുന്നു പറയുന്നത്. അതിൻ്റെ വാക്യങ്ങൾ പുതിയ നിയമത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇതാകുന്നു രാജകീയ പുരോഹിതവർഗത്തിന് കിട്ടിയ അതിശ്രേഷ്ഠമായ ഭാഗ്യം. ഇനിയും ഓരോ സന്ദർഭങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന, മനസാ വാചാ കർമ്മണ വന്നു ചേരുന്ന പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുവാൻ നമുക്ക് ഒരു പാപയാഗ മൃഗമായി ഒരു കാളയെയോ ആടിനെയോ ഒരു ചെമ്മരിയാടിനെയോ ആട്ടിൻകുട്ടിയെയോ ഒരു കോലാടിനെയോ അർപ്പിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തു എന്ന നിഷ്കളങ്കവും നിർദോഷവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം ഒരിക്കലായി നമുക്ക് അർപ്പിക്കപ്പെട്ടതുകൊണ്ട് നാം ഇതുവരെ ചിന്തിച്ചു വന്ന സമാധാനയാഗം, അതുപോലെ പാപയാഗം, എല്ലാ യാഗങ്ങളിലും, അകൃത്യയാഗം, എല്ലാ യാഗങ്ങളിലും നമുക്ക് നിവർത്തി തന്ന, ആശ്വാസം തന്നതുകൊണ്ട് ദൈവപുത്രനോടുള്ള നന്ദി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഉയരട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ സകലരെയും ദൈവസനിൽ സമർപ്പിച്ച് താഴ്മയോടുകൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നന്ദിയോടുകൂടെ മഹത്വം. അങ്ങയുടെ വിശുദ്ധ കൽപ്പന പ്രകാരം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹീത അവസ്ഥകൾക്കായി നന്ദി. എല്ലാ ദൈവദാസീദാസന്മാരെയും സമൃദ്ധിയായി ഞങ്ങൾ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി അപേക്ഷിച്ച് ധന്യനാമത്തിൽ തിരുപ്പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. കേൾക്കുമാറാകണമേ.